ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സെയിൻസ് ഓഫ് വാഗമണിലേക്ക് സ്വാഗതം. ഇന്ന് നാം സെയിൻസ് ഓഫ് വാഗമണിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന വീരപുരുഷനായ വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചിത്രമുണ്ട്. റോമൻ പടച്ചട്ട ധരിച്ച് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു യോദ്ധാവ് തന്റെ കയ്യിലിരിക്കുന്ന നീണ്ട കൂത്ത കുന്തം കൊണ്ട് ഭീകര സർപ്പത്തിന്റെ വായിൽ കുത്തുന്ന ചിത്രം. ഒരു ഗ്രാമം മുഴുവന്റെയും കുടിവെള്ള സ്രോതസ് മുടക്കുകയും അനേകായിരം കന്യകകളെ ഭക്ഷണമാക്കുകയും ചെയ്ത ഒരു ഭീകര സർപ്പത്തെ വധിക്കുന്നതാണ് അത്. ദുഷ്ടർക്കെതിരെ പടപൊരുതിയ അദ്ദേഹം തന്നെ ആശ്രയിക്കുന്നവർക്ക് നന്മയെ ആശ്ലേഷിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും ശക്തി പ്രദാനം ചെയ്തിരുന്നു. ദുഷ്ടർക്കെതിരെയുള്ള ഏതൊരു സമരത്തിന്റെയും പ്രതീകമായി വിശുദ്ധ ഗീവർഗീസിനെ നമുക്ക് കണക്കാക്കാം. വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിൽ നൂറുകണക്കിന് ദേവാലയങ്ങളും സ്ഥാപനങ്ങളും കേരളത്തിനകത്തും പുറത്തുമായി നിലനിൽക്കുന്നു. അതിൽ കേരളത്തിനകത്ത് എടുത്തു പറയേണ്ട ദേവാലയങ്ങൾ ഇടപ്പള്ളിയും അരുവത്തറയും എടത്തുവായും. ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ വിശുദ്ധ ഗീവർഗീസിന്റെ അനുഗ്രഹം നേടാനായി ഈ ദേവാലയങ്ങൾ ഭക്തജനങ്ങൾ സന്ദർശിക്കാറുണ്ട്. ക്രിസ്തു മതത്തിന്റെ ആരംഭം മുതൽ 300 വർഷക്കാലത്തേക്ക് ക്രൈസ്തവർ വളരെ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. അവ അഴിച്ചുവിട്ടത് റോമൻ ചക്രവർത്തിമാരായിരുന്നു. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് പീഡനങ്ങൾ അതിരൂക്ഷമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഗീവർഗീസ്, അതായത് AD 303 അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. ഏപ്രിൽ 23-ാം തീയതി വിശുദ്ധ ഗീവർഗീസിന്റെ ഓർമ്മ തിരുനാൾ നമ്മൾ ലോകമെമ്പാടും ആചരിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വത്തും പ്രശസ്തിയും ഉദ്യോഗവും തൃണവൽക്കരിച്ചുകൊണ്ട് വിശ്വാസം പുലർത്തിയ വിശുദ്ധ ഗീവർഗീസ് നമുക്ക് മാർഗദൃഷ്ടിയാകട്ടെ. നന്ദി.